ഹാരി കെയ്ൻ, ബയൺ മ്യൂണിക്കിൻ്റെ സെൻറ്റർ ഫോർവേഡായ ഇംഗ്ലീഷ് സെൻറ്റർ ഫോർവേഡായ ഹാരി കെയ്ൻ, ആ പ്ലെയറിന് ഡിസേർവിംഗ് ആയിട്ടുള്ള റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വൺ ഓഫ് ദി റീസൺസ് എല്ലാ സീസണിലും ഈവൻ പ്രീമിയർ ലീഗിൽ നമ്മൾ കണ്ടതാണ്, ടോട്ടൻഹാം ഹോട്ട്സ്പർ ആ മേ ബി ആർഗ്യുബിലി ടോപ്പ് 3 സ്ക്വാഡ്സ് പോലും ഇല്ലായിരുന്നു പ്രീമിയർ ലീഗിൽ. പക്ഷേ ഓൾമോസ്റ്റ് ആൾ മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറർ ട്രോഫീസ് അടിക്കുന്നു, അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, സ്പേഴ്സിനെ വെച്ച് ടോപ്പ് 4 ഫിനിഷ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഹാരി കെയ്ൻ ഒരു ട്രോഫി അടിച്ചിട്ടില്ല എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണോ പുള്ളിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഇത്ര നാൾ കിട്ടാതിരുന്നതെന്ന് അറിയത്തില്ല. ലാസ്റ്റ് സീസൺ ആൾ ബുണ്ടസ് ലീഗ് അടിച്ചു. ആൻഡ് ഈ സീസണിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ നോക്കുവാണെങ്കിൽ വിൻസെൻ്റ് കമ്പനി പുള്ളിന് ലാസ്റ്റ് സീസണിൽ ഇതിൻ്റെ ഗ്ലിംസസ് ഉണ്ടായത്. പക്ഷേ ഈ സീസൺ മെയിൻലി 4 ബുണ്ടസ് ലീഗ മാച്ചും ചാമ്പ്യൻസ് ലീഗിൽ ഒരു മാച്ചും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹാരി കെയ്ൻ ഈസ് നോട്ട് യുവർ ഓർഡിനറി നമ്പർ 9. ഫോൾസ് 9 എന്ന് പറയുന്നതും തെറ്റാണ്. പുള്ളി നമ്പർ 9 അല്ല, ഫോൾസ് 9 അല്ല. പുള്ളിയുടെ എക്സാക്ട് റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഒരു ഫ്രീ ഫ്ലോയിങ് പ്ലെയർ. ഓക്കെ, നമ്പർ 9 ഓൺ പേപ്പർ, പക്ഷേ ഹീ ഈസ് എവ്രിവെയർ. ഓക്കെ, നമ്മൾ ലയണൽ മെസ്സിയുടെ കാര്യം നമ്മൾ പറയുന്നത്, പുള്ളി എല്ലായിടത്തും ഇറങ്ങി നിന്ന് ഡീപ്ലി നിന്ന് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത്. നമുക്ക് വേണേൽ അതുമായിട്ട് സാമ്യം പറയാം. ഹീ ഈസ് ഡ്രോപ്പിംഗ്. കിമിച്ച് തേർഡ് ബാക്കായിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുന്നു, ആ കിമിച്ചിൻ്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലൂയിസ് ഡിയാസ് റൺ നടത്തുമ്പോഴേക്കും ഹാരി കെയ്ൻ ലെഫ്റ്റിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. ലൂയിസ് ഡിയാസിന് ഇൻവേർട്ട് ചെയ്യാനായിട്ട് സെൻട്രലിൽ റൺ എടുത്താനായിട്ടുള്ള സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗ്നാബ്രി, ഒലീസ്, ലൂയിസ് ഡിയാസ്, ഈ 3 പ്ലെയേഴ്സ് ഗെയിം ചേഞ്ചറാണ്. ഇവർ 3 പേർക്കും ഈക്വലി സെൻട്രൽ ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അറിയാം. സോ ഹാരി കെയ്ൻ്റെ മൂവ്മെൻറ്റ്സ് നല്ലപോലെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ 3 പ്ലെയേഴ്സ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാരി കെയ്ൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ, പുള്ളിയുടെ ഓവറോൾ അബിലിറ്റി നമ്മളിപ്പം ഏതൊരു പ്ലെയറിനെയും വെച്ച് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഡ്രോപ്പ് ചെയ്യുന്ന പ്ലെയർ, ആ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോളിൽ വരുന്ന പ്ലെയറിന് ആ ഒരു കില്ലർ പാസ് ഇടാനായിട്ട് സാധിക്കണം, അല്ലേ? നമ്മളിപ്പോൾ ടോണി ക്രൂസ് ലെവൽ ഓഫ് പാസിംഗ്, ബുസ്കറ്റ്സ് ലെവൽ ഓഫ് പാസിംഗ്, ചാവി ലെവൽ ഓഫ് പാസിംഗ് എന്നൊക്കെ പറയും. ഹാരി കെയ്ൻ്റെ പാസിംഗ് അബിലിറ്റീസ് ടോട്ടലി അണ്ടർ റേറ്റഡ് ആണ്. പുള്ളിക്ക് ഇത്രയും ഡീപ്പിൽ ഡ്രോപ്പ് ചെയ്ത് ഡിഫൻഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് ആ ഒരു കില്ലർ പാസ്, ഇപ്പോൾ ബോൾ റിസീവ് ചെയ്തതിന് ശേഷം ഒലീസിനെയും ലൂയിസ് ഡിയാസിനെയും ഈവൻ ചില സമയത്ത് ലെയ്മർ റൺ നടത്തുമ്പോൾ ലെയ്മറിനെയും ഒക്കെ ആ ഒരു കില്ലർ പാസിലൂടെ ആൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ടൈറ്റ് സ്പേസസിൽ നിന്ന്, ഈവൻ തോ പ്രഷർ ഉണ്ടെങ്കിലും. സോ അതാണ് പറയുന്നത്, ഹാരി കെയ്ൻ ഓൺ ദ ബോൾ അബിലിറ്റീസ് റിയലി അണ്ടർ റേറ്റഡ് ആണ്. സോ അതിനോട് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ സീസണിൽ സോ ഫാർ ബുണ്ടസ് ലീഗിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള പ്ലെയർ ഹാരി കെയ്ൻ ആണ്, 9.41. തൊട്ട് പിന്നാലെ ലൂയിസ് ഡിയാസ് ആണ് വിത്ത് 8.17. ഹാരി കെയ്ൻ ആണ് ടോപ്പ് സ്കോർ. ഓൾ കോമ്പറ്റീഷൻ 13 ഗോളായിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് 2 ഗോൾ ഉൾപ്പെടെ. ബട്ട് ലീഗിൽ 4 മാച്ചിൽ നിന്ന് 8 ഗോൾ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് 3.7. XGയുടെ കാര്യത്തിൽ ആൾ സെക്കൻഡാണ്. 3.7 XGയും വെച്ചുകൊണ്ടാണ് ആൾ 8 ഗോൾസ് ബുണ്ടസ് ലീഗയിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അസിസ്റ്റുകളുടെ കാര്യത്തിലോട്ട് വരുമ്പം പുള്ളി തേർഡ് ഓൺ ദ ലിസ്റ്റ് ഉണ്ട് വിത്ത് 3 അസിസ്റ്റ്. കൂടാതെ ഹാരി കെയ്ൻ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് നിങ്ങൾ നോക്കുക, ഹാരി കെയ്ൻ ആണ് ടോപ്പ് നിൽക്കുന്നത് വിത്ത് 5 ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ഇൻ ദ ലീഗ്. ആൻഡ് പുള്ളിയുടെ പാസിംഗ് മെട്രിക്സ് നമ്മൾ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. പുള്ളിയുടെ പാസിംഗ് മെട്രിക്സ് നിങ്ങൾ നോക്കുക, പുള്ളിയുടെ സക്സസ്ഫുൾ പാസസ് 92 സക്സസ്ഫുൾ പാസസ് ആണ് ആൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് എ പാസിംഗ് ആക്യുറസി ഓഫ് 83.16. ഓർക്കണം, ഫൈനൽ തേർഡിൽ കൂൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. അത് മാത്രമല്ല ഡീപ്പിലോട്ട് ഇറങ്ങി പ്ലേ ചെയ്യുന്നുണ്ട്, ബട്ട് ഫൈനൽ തേർഡിൽ കൂൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയറിന് വിത്ത് 84% പാസിംഗ് ആക്യുറസി ഇൻ ദ ലീഗ് സോ ഫാർ. സൂപ്പറാണ് വിത്ത് 10 ആക്യുറേറ്റ് ലോങ് ബോൾസ്. ഓക്കെ, വിത്ത് എ ലോങ് ബോൾ ആക്യുറസി ഓഫ് 71.4. 71.4% ആളുടെ ലോങ് ബോൾ പാസിംഗ് ആക്യുറസി. ആൾ ഡീപ്പിൽ ഇറങ്ങി വന്നിട്ട് ആ ഒരു കില്ലർ പാസ് ഇരുന്ന കാര്യത്തിൽ പുള്ളി ടോപ്പ് നോച്ച് ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ഈസ് എ സൂപ്പർ പാസർ ഓഫ് ദ ബോൾ. ആൻഡ് ആൾ ഡിഫൻസീവ് മെട്രിക്സിലോട്ട് വന്നാലും നമ്മളവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്, അഥവാ നമ്മളവിടെ അപ്രിസിയേഷൻ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഡിഫൻസീവ് മെട്രിക്സിലോട്ട് നോക്കുകയാണെങ്കിൽ ആൾ സോഫാർ 4 ടാക്കിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ബട്ട് 22 ഡ്യുവൽസ് ആൾ വിൻ ചെയ്തിട്ടുണ്ട് വിത്ത് 59.5, മോർ ദാൻ 50% ഡ്യുവൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് ഹാരി കെയ്ൻ. കൂടാതെ 4 ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ഏരിയൽ ഡ്യുവൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 57 ഉണ്ട്. 3 ഇന്റർസെപ്ഷൻസ്, 4 തവണ ഫൗൾ കമ്മിറ്റ് ചെയ്തു. 9 റിക്കവറീസ് ആൾ നടത്തിയിട്ടുണ്ട് സോ ഫാർ ഇൻ ദ ലീഗ്. സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 തവണ ആ ഒരു ഫൈനൽ തേർഡിൽ പൊസിഷൻ വിൻ ചെയ്തിട്ടുണ്ട്. സോ ഹാരി കെയ്ൻ വിത്ത് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ അബിലിറ്റീസ് ക്ലിയർലി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് പുള്ളി ഒരു പ്രോപ്പർ ടീം പ്ലെയർ ആവുന്നു, മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സ് ഇൻ അവർ കറന്റ് ജനറേഷൻ ആവുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ പുള്ളീനെ ജോസെ മൊറീനോ ഡിഫറെൻറ്റ് റോൾ യൂസ് ചെയ്യുന്നതാണ്, ഒരു ക്രിയേറ്റീവ് പ്ലെയർ മാറ്റുന്ന ശ്രമിക്കുന്നത് കണ്ടു. ആൻഡ് അത് സക്സസ്ഫുൾ ആയി. പുള്ളി ചാൻസ് ആഫ്റ്റർ ചാൻസ് ടീമേറ്റ്സിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പുള്ളി ട്രഡീഷണൽ നമ്പർ 9 അണ്ടർ പൊച്ചറ്റീനോ കളിക്കുന്ന കണ്ടു. ലാസ്റ്റ് സീസൺ നമ്മളാണെങ്കിൽ ബയൺ മ്യൂണിക്കിൽ ലാസ്റ്റ് 2 സീസൺസിൽ പുള്ളി കമ്പനിയുടെ അണ്ടർ എങ്ങനെയാണ് കളിക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഈ സീസണിലോട്ട് വന്നപ്പം ഈവൻ ദോ ലാസ്റ്റ് സീസണുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും മാസീവ്ലി എന്നാ പറയുക ചെറിയ ചേഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഒരു പ്രോപ്പർ നമ്പർ 9 റോളല്ല കളിക്കുന്നത്. സോ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം ഈ ഒരു
മെട്രിക്സ് നിങ്ങൾക്ക് സോറി ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലൈപ്സിഗിന് അഗെയിൻസ്റ്റ് ഉള്ള മാച്ചാണിത്. സോ ഹാരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്ന എവിടെ നോക്കുക, പുള്ളി ബോൾ റിസീവ് ചെയ്യണം. പുള്ളി സെൻട്രലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ വന്ന് സെൻട്രൽ ചാനൽസിൽ നിൽക്കേണ്ട പ്ലെയർ അവിടെ ഡ്രോപ്പ് ചെയ്ത് ബോൾ ഡിമാൻഡ് ചെയ്യുവാണ്. സോ ഹാരി കെയിനിലോട്ട് ബോൾ വരുവാണ്. നിങ്ങൾക്ക് കാണാം അവിടെ ഒലീസ ആണെങ്കിലും മെയിൻലി ലൂയിസ് ഡിയാസ് ആണെങ്കിലും ഗ്നാബ്രി ആണെങ്കിലും ആ സെൻട്രൽ ചാനൽസ് ഒക്യുപ്പൈ ചെയ്യുവാണ്. സോ സെൻട്രൽ ബാക്സും റിയലി കൺഫ്യൂസ്ഡ് ആവും ഹാരി കെയിൻ ഉള്ള ഒരു പ്ലെയറും മൂമരെ അടുത്ത് പോകും. സോ നിങ്ങൾക്ക് അവിടെ കാണാം ഹാരി കെയിനിലോട്ട് ബോൾ ഇടുന്നു, പുള്ളി കംഫർട്ടബിളി ട്രെയിൻ ചെയ്യുകയാണ്. ലെയ്മറിൻ്റെ റണ്ണ് പുള്ളി അവിടെ സ്പോട്ട് ചെയ്യുകയാണ്. ആൻഡ് റൈറ്റ് വെയിറ്റേജിൽ ലെയ്മറിലോട്ട് പുള്ളി പാസ് ഇടുകയാണ്. സോ അതാണ് പറയുന്നത് പുള്ളിയുടെ പാസിങ് ആക്യുറസി വേൾഡ് ക്ലാസ് ആണ്, അതായത് ടോപ്പ് ക്ലാസ് ആണ്. ഒരു ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡറിൽ കാണുന്ന പാസിങ് ആക്യുറസി ഉള്ള ഒരു പ്ലെയറാണ് ഹാരി കെയിൻ. ഇമാതിരി ലെവൽ ഓഫ് പാസിങ് അബിലിറ്റി ഉള്ള ഒരു സെൻട്രൽ ഫോർവേഡ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 10 years ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചു. ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ ബ്രോ. ആൻഡ് അടുത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക, ലൂയിസ് ഡിയാസ് ഗോൾ സ്കോർ ചെയ്ത ഒരു ആ ലൈപ്സിഗ് മാച്ചിൽ ഗോൾ സ്കോർ ചെയ്ത സിറ്റുവേഷനിൽ അവിടെ ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പം കാണാം അവരുടെ സെൻട്രൽ ബാക്സ് റിയലി കൺഫ്യൂസ്ഡ് ആണ്. ആ സെൻട്രൽ ചാനൽസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഗ്നാബ്രിയും ഒലീസയും പോലത്തെ പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഗ്നാബ്രിയാണ് അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്. അവിടെ ലൂയിസ് ഡിയാസുമായിട്ട് പുള്ളി ലിങ്കപ്പ് ചെയ്യുവാണ്, പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നു, ലിങ്കപ്പ് ചെയ്യുന്നു, സെൻട്രൽ ബാക്സിൻ്റെ അറ്റൻഷൻ നാച്ചുറലി പുള്ളിയിലോട്ട് പോവുകയാണ്. സോ അവിടെ ആ സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂയിസ് ഡിയാസിന് ഫ്രണ്ടിലോട്ട് പോയി അവിടെ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം ലൂയിസ് ഡിയാസ് പോയി സ്കോർ ചെയ്യുന്നു. സോ ഈ ഒരു സിറ്റുവേഷൻസിലല്ല നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് ചെയ്യുമ്പോൾ സെൻട്രൽ ബാക്കിൻ്റെ അറ്റൻഷൻ പുള്ളിയിലോട്ട് പോകും. ആ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സും ആ ടീമിലുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈവൻ ദോ ആ സ്പേസ് എക്സ്പ്ലോയിറ്റഡ് ആക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാരി കെയിൻ പോലത്തെ ഒരു പ്ലെയർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഹാരി കെയിൻ്റെ സ്ഥാനത്ത് ഞാൻ നെയിം എടുത്ത് പറയുന്നില്ല, മേ ബി ട്രഡീഷണൽ നമ്പർ 9 ആണെങ്കിൽ ഹാരി കെയിൻ പെർഫോം ചെയ്യുന്ന പോലെ ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് ചെയ്യാനും ടൈറ്റ് സ്പേസസിൽ മേ ബി പ്ലെയേഴ്സിനോട് ടേക്ക് ഓൺ ചെയ്യാനും മേ ബി ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഇടാനായിട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അവൻ ഈവൻ ഓഫ് ദ ബോൾ ഇൻ്റർസെപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും അത്രയും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. സോ ഹാരി കെയിൻ്റെ ടെക്നിക്കൽ ഇൻ്റലിജൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഇത്രയും ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സോ എല്ലാവർക്കും ഇങ്ങനെ എന്നാൽ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ സ്പേസസ് ക്രിയേറ്റ് ചെയ്താൽ പോരെ, കാരണം സെൻട്രൽ ബാക്സ് റിയലി കൺഫ്യൂസ്ഡ് ആവും. സെൻട്രൽ ഫോർവേഡ് ഡ്രോപ്പ് ചെയ്ത് ഇപ്പം മിഡ്ഫീൽഡിലോട്ട് വരുന്നു, ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ചാനലിലോട്ട് പോകുന്നു, ആൾ കംപ്ലീറ്റ്ലി ചില സമയത്ത് കിമ്മിച്ച് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ആ സ്പേസിലോട്ട് വരുന്നു. സോ കിമ്മിച്ച് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ആ സ്പേസിൽ ഹാരി കെയിൻ വരുന്നു, ബോൾ റിസീവ് ചെയ്യുന്നു, ഹീ ഈസ് ഏബിൾ ടു ബീറ്റ് ദാറ്റ് പ്രസ്. ആ കില്ലർ പാസും പുള്ളിക്ക് ഇടാൻ സാധിക്കുവാണ്. ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ആവുന്ന ഏരിയയിലോട്ട് കില്ലർ പാസ് ഇടാനായിട്ട് പുള്ളിക്ക് സാധിക്കുവാണ്. ആൻഡ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനത്തെ ഫ്രീ റോമിങ് റോളിൽ കളിക്കുമ്പോഴേക്കും ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് നമ്മൾ ഹാരി കെയിനിൽ കാണുന്നുണ്ട്. എപ്പം ടൈം ചെയ്യണം, എപ്പോൾ ഡ്രോപ്പ് ചെയ്യണം. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ വരാം. സോ അതിന് മുമ്പ് ഇപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പറഞ്ഞ വൺ ഓഫ് ദ എക്സാമ്പിളാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഒലീസെ റണ്ണ് നടത്തുന്നതാണ്. അവിടെ ലൂയിസ് ഡിയാസിൻ്റെ കാലിൽ ബോൾ ഇട്ടിരിക്കുകയാണ്. ഈ സെയിം ലൈപ്സിഗ് മാച്ചിലാണ്. ഹാരി കെയിൻ ആണെങ്കിൽ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്പേസിലോട്ട് റണ്ണ് നടത്തുകയാണ്. ആ സെൻട്രലിലൂടെ ഒലീസ റണ്ണ് നടത്തുന്നുണ്ട്. സോ ഞാൻ ആ ലെഫ്റ്റിലോട്ട് റണ്ണ് നടത്തണം. പുള്ളി അവിടെ ആ ലെഫ്റ്റിലോട്ട് റണ്ണ് നടത്താണ്, ഒലീസ ആ സെൻട്രൽ ചാനലിലോട്ട് റണ്ണ് നടത്താണ്. നിങ്ങൾക്ക് അറിയാം ഡിഫൻഡേഴ്സിൻ്റെ ഓട്ടോമാറ്റിക് ഫോക്കസ് അങ്ങോട്ടാണ് പോകുന്നത്. ആൻഡ് അവിടെ ആ റണ്ണ് നടത്തുന്നു, അവിടെ ഹാരി കെയിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഇവിടെയാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഹാരി കെയിൻ ആ ഒരു ഏരിയയിൽ നിന്ന് പുള്ളി അവിടെ ഗോൾ അടിച്ച് കയറ്റുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം കാണാം അവിടെ ഒലീസ റണ്ണ് നടത്തി അവിടെ വന്നിരിക്കുന്നത്. ഒലീസയ്ക്ക് അവിടെ ഒരു മേ ബി ഗോൾ കീപ്പർ സേവ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു പാസ് അങ്ങോട്ട് ഇട്ടാലോ ഒരു സിമ്പിൾ ടാപ്പിങ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സെൻട്രൽ സ്പേസിലൂടെ ഒലീസ റണ്ണ് നടത്തുന്നുണ്ട്. സോ ഞാൻ ഈ ലെഫ്റ്റിലൂടെ റണ്ണ് നടത്തണം, പുള്ളിയെ കറക്റ്റ് റൺ അവിടെ വഴി നടത്തുകയാണ്, പുള്ളിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഹാരി കെയിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ആ ഒരു ആംഗിളിൽ നിന്ന് പുള്ളി സ്കോർ ചെയ്യുകയാണ്. ആൻഡ് ഇത് ആ മാച്ചിൽ തന്നെ മറ്റൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഹാരി കെയിൻ റിയലി ഡ്രോപ്പ് ചെയ്യുകയാണ് ഡീപ്പിലും. ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, എന്നാ പറയുക, വിൻ ചെയ്യുകയാണ് ബോൾ ആര്, ബയൺ മ്യൂണിക്ക്. സോ ഇവിടെ 71.6 സെക്കൻഡാണ് ഇപ്പോൾ ഇവിടെ പവലോവിച്ചിൻ്റെ കാലിലാണ് ബോൾ. സോ 71:10 സെക്കൻഡ് ആകുമ്പോഴാണ് ഹാരി കെയിൻ ഫ്രെയിമിൽ വരുന്നത്. ഓക്കെ, അവിടെ ലൂയിസ് ഡിയാസിലോട്ട് ബോൾ വേണം. നിങ്ങൾക്ക് കാണാം ആ ഒരു സെൻട്രൽ ചാനൽസ് എല്ലാം ഒക്യുപ്പൈഡായി, പ്ലേയേഴ്സ് എല്ലാം റൺ നടത്തി. ഹാരി കെയിൻ നിങ്ങൾക്ക് കാണാം എക്സ്ട്രീം ലെഫ്റ്റിലാണ്. നമ്മൾ ആ ഒരു റണ്ണ് കാണുന്ന ആരിൽ നിന്നാണ്, ഫുൾ ബാക്സിൻ്റെ നിന്നാണ്. ഇപ്പോൾ അൽഫോൺസോ ഡേവിസ് ഉണ്ടെങ്കിൽ അൽഫോൺസോ ഡേവിസ്, അല്ലെ സ്റ്റാനിസിച്ച് ആണെങ്കിൽ സ്റ്റാനിസിച്ച്, ആ ഒരു റണ്ണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന. അല്ലെ ലൂയിസ് ഡിയാസിൻ്റെ കാലിലോട്ട് അവിടെ ലൂയിസ് ഡിയാസ് ഇൻവേർട്ട് ചെയ്ത് ആ ഹാഫ് സ്പേസിലോട്ട് കയറി ആ ബോൾ റിസീവ് ചെയ്യുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹാരി കെയിൻ്റെ പൊസിഷനിൽ വരുന്ന ആരാണ്, സ്റ്റാനിസിച്ചോ അല്ലെങ്കിൽ അൽഫോൺസോ ഡേവിസോ ഉള്ളപ്പോൾ അൽഫോൺസോ ഡേവിസോ പോലത്തെ ഒരു ഫുൾ ബാക്ക് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആരാണ് വരുന്നത്, ഹാരി കെയിനാണ് അവിടെ വരുന്നത്. ആൻഡ് ഹാരി കെയിനെ ലൂയിസ് ഡിയാസ് ഫൈൻഡ് ചെയ്യണം. ആൻഡ് ഇവിടെയാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഇപ്പം ഒരു സ്റ്റാനിസിച്ചോ ഒരു അൽഫോൺസോ ഡേവിസോ ഇവിടെ ഒന്നും മോശം പ്ലേയേഴ്സ് അല്ല, പക്ഷേ ഹാരി കെയിൻ്റെ അത്രയും ഷൂട്ടിംഗ് അബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് അല്ല. സോ ഹാരി കെയിൻ ഇമാതിരി സ്പേസിലോട്ട് എത്തുന്നു. നിങ്ങൾക്കിപ്പം കാണാം അവരുടെ സെൻട്രൽ ചാനൽസ് എല്ലാം ഒക്യുപ്പൈഡാണ്. അവരുടെ നമ്പേഴ്സ് വെച്ച് മാച്ച് ചെയ്യുവാണ്, ഈക്വൽ നമ്പേഴ്സ് വെച്ച്. അവിടെ ഇൻസൈഡ് ദ ബോക്സ് ബയൺ മ്യൂണിക് പ്ലേയേഴ്സ് 1 2 3 4 ഇൻസൈഡ് ദ ബോക്സ് 4 പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ ഹാരി കെയിൻ്റെ കാലി ബോൾ കിട്ടുവാണ്. സോ ഹാരി കെയിൻ ആ ടൈറ്റ് സ്പേസിൽ നിന്ന് ആൾ ഷോട്ട് എടുക്കുകയാണ്, ഗോൾ സ്കോർ ചെയ്യാണ്. അതാണ് ഹാരി കെയിൻ്റെ അബിലിറ്റി. അഥവാ ഗോൾ കീപ്പർ സേവ് ചെയ്താൽ യു ക്യാൻ സി 3-4 ബയൺ മ്യൂണിക് പ്ലേയേഴ്സ് ആ ബോക്സിലുണ്ട്.
ടു അറ്റാക്ക്. ആൻഡ് സെൻറ്റർ ബാക്ക് അവിടെ ഡിഫൻഡേഴ്സ് അവരെ പ്രോപ്പറായിട്ട് മാർക്ക് പോലും ചെയ്യുന്നില്ല. സോ അതാണ് പറയുന്നത് ഹാരി കെയിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഈ സൂപ്പർ. പിന്നെ ആ മാച്ചിൽ തന്നെ അനദർ സിറ്റുവേഷൻ കിമ്മിൻജെ ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യണം. കിമ്മിൻജെ ബോൾ വിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്കിപ്പം കാണാം ഹാരി കെയിൻ റൺ ചെയ്യുന്നില്ല. ഹാരി കെയിൻ അവിടെ റൺ സ്റ്റോപ്പ് ചെയ്യാണ്. കിമ്മിൻജയ്ക്ക് ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ ഒലീസെ ആ ഒരു സെൻട്രൽ ചാനലിലോട്ട് റണ്ണ് നടത്തുന്നുണ്ടെന്നും തന്നെക്കാളും പേസ് ഉള്ള പ്ലെയറാണ് ഒലീസെ എന്നും. സോ താൻ റണ്ണ് നടത്തേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഹാരി കെയിൻ ഒലീസേനേക്കാളും ഫ്രണ്ടാണ്. മേ ബി പുള്ളിക്ക് ആ സെൻട്രലിലൂടെ റണ്ണ് നടത്താം. പക്ഷേ തന്നെക്കാളും പേസ് ഉള്ള പ്ലെയറാണ് ഒലീസെ. മേ ബി പുള്ളിക്ക് കൂടുതൽ സ്പേസ് ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് സാധിക്കും. കിമ്മിൻജയ്ക്ക് തനിക്കൊരു പാസിംഗ് ഓപ്ഷനായിട്ട് വേണം. അവിടെ കിമ്മിൻജെ ടൈറ്റ് സ്പേസിലാണ്. കിമ്മിൻജെ ആ ടൈറ്റ് സ്പേസിൽ നിന്ന് ബോളുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ബീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ബീറ്റ് ഒന്നും ഓർക്കുന്നില്ല. പക്ഷേ ഡ്രിബിൾ ചെയ്ത് കയറുന്നുണ്ട്. പക്ഷേ അവിടെ ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്തൊരു പാസിംഗ് ഓപ്ഷനായിട്ട് നിൽക്കുകയാണ്. കൂടാതെ ഒലീസിൻ്റെ റണ്ണ് പുള്ളി കാണുകയാണ്. സെൻട്രലിൽ നിൽക്കുകയാണ്. ഇപ്പം സെൻറ്റർ ബാക്സിൻ്റെ ആ ഡിഫൻഡേഴ്സിനെ ഫോക്കസ് ഫുൾ ഹാരി കെയിനിലോട്ടാണ്. ഒലീസ് അവിടെ ഒരു ബ്ലൈൻഡ് സൈഡ് റണ്ണ് എടുത്തുകൊണ്ട് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു ഗോളായി കലാക്ഷിക്കുന്നുണ്ട് പിന്നീട്. സോ അതുപോലെ തന്നെ ടോപ്പ് മാച്ചിൽ നമുക്ക് ചെൽസി ഇപ്പം ലൈപ്സിഗ് ഈ സീസണിൽ സെക്കൻഡ് ഇൻ ദ ലീഗ് ഉണ്ട്. ബയണിനോട് തോറ്റതിന് ശേഷം അടുത്ത 3 മാച്ച് അവർ ജയിച്ചു. പക്ഷേ നമുക്ക് ചെൽസിക്ക് അഗേൻസ്റ്റ് ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചെൽസി മാച്ച് നിങ്ങൾ കണ്ടു കാണും. അതിൽ ക്ലിയർലി നമ്മൾ കുറേ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തതാണ് ഹാരി കെയിൻ്റെ. പക്ഷേ ഈ ഒരു സിനാരിയോ എടുത്ത് പറയണമെന്ന് തോന്നി. നിങ്ങൾക്കിപ്പം കാണാം ഹാരി കെയിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ഡ്രോപ്പ് ചെയ്യുകയാണ് ഹാരി കെയിൻ. യു എക്സ്പെക്ട് യുവർ മിഡ്ഫീൽഡർ നമ്പർ 8 അല്ലെങ്കിൽ നമ്പർ 6 ടു ബി ദർ. ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യാം. നിങ്ങൾക്കാണ് ചെൽസി പ്ലേയേഴ്സിൻ്റെ എല്ലാം ഫോക്കസ് ഹാരി കെയിനോടാണ്. എസ്പെഷ്യലി അവരുടെ സെൻറ്റർ ബാക്ക് ആയ ടോസിനെ നോക്കുക. അവർ ആ സെൻട്രൽ ചാനൽ നിങ്ങൾക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ആവുന്നതാണ്. ഹാരി കെയിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എവിടെയാണ് അവിടെ നിൽക്കുക എന്നുള്ള കാര്യമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ പുള്ളി ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ അവിടെ വലിയ ഡേഞ്ചർ ഇല്ലാന്ന് എക്സ്പെക്ട് ചെയ്യണം. ബട്ട് നിങ്ങൾക്ക് ഇപ്പം കാണാം ലെയ്മറിനെ കാണാം. ലെയ്മർ ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഹാരി കെയിൻ അത് സെൻസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒലീസെ വൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഹാരി കെയിൻ സ്വിച്ചസ് ഇറ്റ് ടു ഒലീസെ. ആൻഡ് ആ ലെയ്മർ അവിടെ ആ സ്പേസ് ക്രിയേറ്റ് ആവുന്നിടത്തോട്ട് ലെയ്മർ നടത്തുവാണ്. ആ ഒലീസിലോട്ട് ബോൾ പോകുമ്പം കുക്കറയുടെ ആണെങ്കിലും മറ്റ് പ്ലേയേഴ്സിൻ്റെ എല്ലാവരും ഫോക്കസ് ഒലീസയിലോട്ട് പോവാണ്. അവിടെ ലെയ്മറിൻ്റെ റൺ അവർ ട്രാക്ക് ചെയ്യുന്നില്ല. സിംപ്ലി ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുകയാണ്. ആൻഡ് ആ സ്പേസ് ക്രിയേറ്റഡ് ആയ സ്ഥിതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആ പാസ് റൈറ്റ് പാസ് ആയിരിക്കും. ആ റൈറ്റ് പാസ് ഒലീസിലോട്ട് ഹാരി കെയിൻ ഇടുകയാണ്. ഒലീസിലോട്ട് ചെയ്യുന്നു. ലെയ്മർ ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഹാരി കെയിൻ റൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ലെയ്മറിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒലീസെ ഫൈൻഡ് ചെയ്യുകയാണ്. അവിടെ ലെയ്മറിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യുന്നില്ല. ആൻഡ് ലെയ്മറിനെ കംഫർട്ടബിളി ഫൈൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പം കാണാം ഹാരി കെയിൻ റൺ ചെയ്ത് വരുന്നുണ്ട്. ആളെ പാസ് ചെയ്തിട്ട് അവിടെ വെറുതെ നിൽക്കുമല്ലോ. അവിടെ ലെയ്മർ റണ്ണ് നടത്തുന്നു. ലെയ്മറിലോട്ട് ബോൾ ചെല്ലുന്നു. ലെയ്മറിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാം ലെയ്മർ ആ ഷോട്ട് എടുക്കാൻ പോകുമ്പോഴും 1, 2, 3, 4, 5 ബയൺ മ്യൂണിക്ക് പ്ലേയേഴ്സാണ് ആ പോസ്റ്റിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ ആ ഗോൾ കീപ്പർ സേവ് ചെയ്താലും വൺ ഓഫ് ദ റീബൗണ്ട്സ് അവരുടെ കാലിലോട്ടായിരിക്കും എത്താൻ സാധ്യത എന്ന് അവർക്കറിയാം. സോ അതിനെ തന്നെ ഈ ഫൈനൽ ഫ്രെയിമിലോട്ട് നിങ്ങൾ നോക്കാം. ആ പാസ് ജസ്റ്റ് വൈഡായിട്ട് പോകണം. ഹാരി കെയിൻ വന്നിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണാം. 1, 2, 3, 4, 5 ബയൺ മ്യൂണിക്ക് പ്ലേയേഴ്സ് ആ ബോക്സിലുണ്ട്. 5 ചെൽസി ഡിഫൻഡേഴ്സും ആ ബോക്സിലുണ്ട്. സോ നമ്പേഴ്സ് അവർ മാച്ച് ചെയ്തു. സോ അഥവാ ഗോൾ കീപ്പർ സേവ് ചെയ്താൽ 50-50 ആണ്. ഈക്വൽ നമ്പേഴ്സാണ്. സോ അതാണ് പറയുന്നത് ഹാരി കെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു സ്പേസസ്. ആ സ്പേസസ് ടീംമേറ്റ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ആ ടീംമേറ്റ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ഹാരി കെയിൻ്റെ കാലിലോട്ട് ബോൾ വരുമ്പോഴേക്കും ഈസ് മേക്കിംഗ് ഷുവർ പുള്ളിയുടെ കാലിൽ കിട്ടുന്ന ആ ബോൾ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കില്ലർ പാസ് താൻ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം പുള്ളി മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടീമേജ് എക്സ്പ്ലോർ ചെയ്യുന്നു, സൂപ്പർ ടാക്ടിക്കൽ ബ്രില്യൻസ് ഫ്രം കമ്പനി എന്നൊക്കെ പറഞ്ഞാലും ഹാരി കെയിൻ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, പുള്ളിയുടെ ഓൺ ദ ബോൾ അബിലിറ്റി, പുള്ളിയുടെ ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി, പുള്ളിയുടെ ആ ഒരു മെയിൻലി ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി ആൻഡ് പാസിംഗ് അബിലിറ്റി, ഇത് രണ്ടുമാണ് മെയിൻലി എടുത്തിരിക്കുന്ന കാര്യം. ആൻഡ് ഹീ ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ ആൻഡ് ഹീ ഈസ് റിയലി ആക്യുറേറ്റ് അറ്റ് പ്രൊവൈഡിങ് ദോസ് ലോങ് ബോൾസ്. സോ ഹാരി കെയിൻ്റെ നെയിമിൽ നമ്മൾ ഡിസേർവിംഗ് ആയിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഹോപ്പ് ഹി വിൻസ് സം മോർ ട്രോഫീസ് ദിസ് ഇയർ. വേൾഡ് കപ്പ് ഇയറോടാണ്, എനിത്തിങ് ഈസ് പോസിബിൾ. സോ നിങ്ങൾക്ക് എന്താണ് ഹാരി കെയിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.